മഹാജ്യോതിഷ് ട്രസ്റ്റ് വിഭാവനം ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഭാരതീയ വൈജ്ഞാനിക ശാഖകളിലുള്ള വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ, അതിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുക, അത് സാധാരണക്കാരിലേക്ക് പ്രയോജനകരമാം വിധം എത്തിക്കുക എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങളിലും ജ്യോതിഷം, തന്ത്രം, വാസ്തു തുടങ്ങിയിട്ട് ഒരുപാട് ശാസ്ത്രശാഖകൾ നമുക്കുണ്ട്. വേദം, വേദാംഗങ്ങൾ, ഉപനിഷത്തുക്കൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി ശാഖകൾ ആയിരക്കണക്കിനായിട്ട് വർഷങ്ങളെ കൊണ്ടാണ് അത് ഇന്ന് ഈ രൂപം പ്രാപിച്ചു നിൽക്കുന്നത്. അപ്പം അതിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള അനേകം ശാഖകൾ ഇപ്പോൾ ഇത് പറഞ്ഞതിൽ കൂടാതെ തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ മനുഷ്യർക്ക്, ഇന്നത്തെ ഈ തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ അതിൻ്റെ നിഗൂഢ വശങ്ങൾ അനാവരണം ചെയ്യുക, അതിൽ ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ ദൂരീകരിക്കുക, അങ്ങനെ ദൂരീകരിക്കുകയും സാധാരണക്കാർക്കും ഒക്കെ പ്രയോജനകരമാകുന്ന രീതിയിൽ അതിനെ അനാവരണം ചെയ്ത് പ്രയോജനകരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിൽ കൂടെയുള്ള സേവനങ്ങൾ നടത്തുക, പഠിപ്പിക്കുക, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ഈ ശാസ്ത്രശാഖയിൽ കണ്ടെത്തപ്പെടാത്തതായിട്ടുള്ള അനവധി ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജ്യോതിഷത്തിൽ പറഞ്ഞാൽ അനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് ഇപ്പം തന്നെ നാഡീ ജ്യോതിഷങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ അനവധി നാഡികളുണ്ട്. അത് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഭൃഗു സംഹിത അല്ലെങ്കിൽ അഗസ്ത്യ നാഡി ഇങ്ങനെയൊക്കെ ഉള്ള ഏതാനും ചില ഗ്രന്ഥങ്ങളാണ്. എന്നാൽ രാവണ സംഹിത മുതലായിട്ടുള്ളതൊക്കെ ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. തന്ത്രത്തിലാണെങ്കിൽ അനവധി ആഗമ തന്ത്രങ്ങളുണ്ട്. ഈ ആഗമ തന്ത്രങ്ങളും ഏതാനും ഒട്ടുമിക്കവാറും നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചുരുക്കം ചില ആഗമങ്ങൾ ഇന്നിപ്പോൾ പ്രിൻ്റ് മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് നിലനിൽക്കുന്നു, അത്ര തന്നെയുള്ളൂ. ഇതിനെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് സംഭരിക്കുക, അതിനെ റീപ്രിൻ്റ് നടത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പഠിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് കരിക്കുലമാക്കിയിട്ട് അത് പഠിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോ വിഷയത്തിലും വാസ്തുശാസ്ത്രത്തിൽ ഇന്ന് ആവശ്യമുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക, അത് കൈകാര്യം ചെയ്യുകയാണ്. ഇതാണ് സാധാരണ രീതിക്ക് വാസ്തുശാസ്ത്ര വിദഗ്ധന്മാർ ചെയ്യുന്നത്. എന്നാൽ ഇതിലൊരു ഗവേഷണം നടത്താനുള്ള ഒരു സൗകര്യം ഇന്ന് വളരെ കുറവ് തന്നെയാണ്. വാസ്തു കേരളത്തിൽ നിന്നല്ല, ഓരോ ജില്ലയിലും പോലും വ്യത്യാസമാണെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. കൈക്കണക്കും മറ്റുമൊക്കെ പറയുമ്പോൾ ഓരോ കോലിൻ്റെ അളവ് പോലും അതിന് പോലും വ്യത്യാസമുണ്ടത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യാസം ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ഒക്കെയുള്ള താരതമ്യ പഠനം, ഇതിൻ്റെ ശരിയായിട്ടുള്ള ശാസ്ത്രം എന്താണെന്ന് അറിയില്ല, ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽപ്പെടും. ജ്യോതിഷത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള അനവധി ഗ്രന്ഥങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇനിയും നഷ്ടപ്രായമായി കിടക്കുന്നത് അനവധിയുണ്ട്. അതിനെയൊക്കെ കണ്ടെടുക്കുക, പഠിക്കാനും ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ്. അതിൽ ജാതി, മതം അങ്ങനെയൊന്നുമില്ല. ഈ സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടവർക്ക്, ഇത് വേണ്ടവർക്ക് ഒക്കെ അതിലേക്ക് പ്രാപ്യമാക്കുന്ന രീതിയിലായിരിക്കും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം. അലോപ്പതിയിൽ മരുന്നുകൾ വളരെ ചുരുക്കം തന്നെയുള്ളൂ. മരുന്നല്ല അവിടെ പ്രധാനം. എങ്ങനെ രോഗം വന്ന ശരീരഭാഗത്തെ മുറിച്ചു കളയലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കർത്തവ്യം ഈ അലോപ്പതിക്കാരുടെ. ആയുർവേദത്തിന് അങ്ങനെയല്ല. എങ്ങനെ റിലീഫ്, എങ്ങനെ റിലീസ്, രോഗത്തിൽ നിന്ന് വിമുക്തി, ഇതാണ് ആയുർവേദം പണ്ട് മുതലേ ചിന്തിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അറുത്ത് മുറിച്ച് മാറ്റിക്കളയുക എന്നുള്ള ഒരു സംഗതി ആയുർവേദത്തിലില്ല. വളരെ ചുരുക്കമായിട്ടുള്ളതേ ഉള്ളൂ. അതായത് ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന സംഗതി വളരെ ചുരുക്കം തന്നെയുള്ളൂ. ആവശ്യമെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ്. രോഗത്തിൽ നിന്നുള്ള വിമുക്തിയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മരുന്നുകളാണ് ഇവിടെ പ്രധാനം. മരുന്നുകളെ കൊണ്ടുള്ള അതിൻ്റെ ഉപഭോഗം കൊണ്ട് ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യലാണ് ആയുർവേദത്തിൻ്റെ ആ പ്രധാന തത്വം തന്നെ. അലോപ്പതിയിൽ നേരെ തിരിച്ചാണ്. എങ്ങനെ രോഗഗ്രസ്തമായിട്ട് ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക, അതിനെ മുറിച്ച് നീക്കം ചെയ്യുക, ഇതാണ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ് എന്നുള്ള ഒരു വിഷനുണ്ട് അതിൻ്റെ അകത്ത്. ആയുർവേദം കൺസ്ട്രക്റ്റീവാണ്. ഇതിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളിലേക്ക് വരെ അത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആയുർവേദത്തിലേക്ക് ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഈ ആയുർവേദം വീണ്ടും അതും ഒരു കച്ചവടാധിഷ്ഠിതമാകാതിരിക്കാനും ഗവേഷണങ്ങൾ നടക്കാനും ഇതുപോലെ വളരെ ദുർലഭമായിട്ടിരിക്കുന്നതായിട്ടുള്ള പല സങ്കേതങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ആയുർവേദത്തിലുമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല,
ഈ ആയുർവേദ ശാസ്ത്രം വളർന്നിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ തന്നെ വളർന്നിട്ടുണ്ട്. ഗോത്രവർഗ്ഗക്കാരുടെ ഇടയ്ക്കുണ്ട്. നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സാമാന്യമായിട്ടുള്ള ഈ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളെ കൂടാതെ ഗിരിവർഗ്ഗക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലും മറ്റുമൊക്കെയുള്ള ആയുർവേദ പദ്ധതികളും മരുന്നുകളും ട്രീറ്റ്മെൻറ്റ് സമ്പ്രദായങ്ങളും ഒക്കെ ധാരാളമുണ്ട്. ഒറ്റമൂലികളും മറ്റുമൊക്കെ ഉണ്ട്. അതും സാമാന്യേന ഓരോരോ കാലം ചെല്ലുന്തോറും ഓരോ വ്യക്തി നശിക്കുന്നതോടുകൂടി ആ ശാസ്ത്രശാഖ അങ്ങോട്ട് ഇല്ലാതെയാണ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കുമോ ആ വിജ്ഞാനം നമുക്ക് എടുത്തു വയ്ക്കാം, അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതുകൊണ്ടുള്ള പ്രയോജനം ലോകത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം. എൻ്റെ സ്വത്തിനും എൻ്റെ ജീവനും അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കും ഒക്കെ നാശം സംഭവിക്കരുത്. ഇനിയിപ്പോൾ അതിന് ഭഗവാനെ കൊണ്ടാണ് ഈശ്വരനെ കൊണ്ടാണ് സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട, അതും കൂടെ ചെയ്തേക്കാം. ഇനി അഥവാ അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം വരുമോ, ഇങ്ങനെയുള്ള ഈ ഭയമാണ് പ്രധാനമായിട്ട് ഭക്തിയിലേക്ക് നയിക്കുന്നത്. ഈ ഭയത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക്, ഭയമല്ല ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ഭക്തിയും ജ്ഞാനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഭക്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ് ഇന്ന് സാമാന്യേന നമ്മുടെ പൊതുജനങ്ങൾ ചെയ്തു വരുന്നത്. അജ്ഞാനത്തിലേക്കാണ് പോകുന്നത്, ഭയത്തിൽ നിന്നുള്ള ഭക്തി. ആ ഭയം, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ഈശ്വരനെ പൂജിക്കുന്നു, അല്ലെങ്കിൽ അതിന് വഴിപാട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ അവർ റിച്വൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കണ്ട് ജ്യോത്സ്യൻ പറയുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നു. വിശ്വാസം കൊണ്ടല്ല, ഭയമുള്ളത് കൊണ്ട് മാത്രം. എന്തെങ്കിലും ഇനി സംഭവിച്ചാലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറേശ്ശെ ക്രമേണയെങ്കിലും ജനങ്ങളെ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ളതുപോലെ വിജ്ഞാനത്തിലേക്ക് നയിക്കാൻ, ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കാൻ. ഈ ഭക്തി ഇല്ലാതെ പോലും ജ്ഞാനത്തിലേക്ക് സാധിക്കും. അതിന് സാധാരണക്കാർക്ക് സാധിക്കില്ല, ഭക്തിയിൽ കൂടെയാണ് ഏറ്റവും എളുപ്പം ജ്ഞാനത്തിലേക്ക്. ആ ഒരു വഴി തുറക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്കും ഉപാസനാ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഈ യജ്ഞം വിഭാവനം ചെയ്തിട്ടുള്ളത്. 146 ദിവസമായി. ഇപ്പോൾ തന്നെ ധാരാളം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഇതിൽ ആകൃഷ്ടരായിട്ടുണ്ട്. അവർ പെട്ടെന്ന് ഓടി വന്ന ഒരു ക്ഷേത്രത്തിൽ വന്ന് പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും വഴിപാടിന് റെസീറ്റ് എടുത്ത് പെട്ടെന്ന് അതിൻ്റെ വഴിപാട് എന്തെങ്കിലും ഇലക്കകത്ത് പ്രസാദം കിട്ടുന്നതിന് പകരം അവർ ആരോടും ചോദിക്കുന്നില്ല, അവിടെ വരുന്നു, അവർ ജപമാല എടുക്കുന്നു. 10 മിനിറ്റോ 1 മണിക്കൂറോ ആരെയും നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. അവരവർ തന്നെയാണ് അത് ചെയ്യുക. അവരവർ സ്വസ്ഥമായിട്ടൊരു സ്ഥാനത്തിരുന്ന് അവർ ജപിക്കാൻ ശീലിക്കുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശീലിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ഒരു തലമുറ വളർന്നു വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ അതിന് ഫലം കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആകൃഷ്ടരായിട്ട് വരുന്നുണ്ട്. കലാകാരന്മാരും ബുദ്ധിജീവികളും അടക്കമുള്ള ധാരാളം ആൾക്കാർ ഇന്നേവരെ വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളത് യേശുദാസും പ്രഭാ യേശുദാസുമാണ്. അവർ മന്ത്രോപദേശം സ്വീകരിച്ചു. അവർ ആ ഉപാസനാ പദ്ധതിയിൽ അവർ വിശ്വാസികൾ മാത്രമാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണന് തുല്യമായിട്ട് ജീവിതം നയിക്കുന്ന ഒരാളാണ് യേശുദാസ്. അദ്ദേഹം ആ റിച്വൽസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ ഉപാസന എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായത്തിന് പകരം ആ ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വന്നതിന് ശേഷം, ഈ മന്ത്രോപദേശം സ്വീകരിച്ചതിന് ശേഷം അവർ ഉപാസനാ സമ്പ്രദായത്തിലേക്ക് വന്നു. അവരിനി ഉപാസന ശീലിക്കും. അപ്പോൾ കൂടുതൽ ജ്ഞാനം അതിൽ കൂടെ ഉണ്ടാകും. എന്ന് പറയുന്ന പോലെ ജയൻ അല്ലെങ്കിൽ മഹാറാണി പൂയം തിരുനാൾ തമ്പുരാട്ടി, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള അനവധി ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ ആകൃഷ്ടരാകുന്നുണ്ട് എന്നുള്ളതാണ്, അവർക്കതിൻ്റെ തത്വം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള ശങ്കരാചാര്യർ, ശൃംഗേരി ശങ്കരാചാര്യർ, ഷിമോഗ ശങ്കരാചാര്യർ, ശ്രീ രവിശങ്കർ, അങ്ങനെയുള്ള വലിയ ആത്മീയ ഗുരുക്കന്മാർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് വളരെ ശ്ലാഘിച്ചു തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ആഗ്രഹമുണ്ട്, അവിടെ വന്ന് ഇതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. അവർ വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഷിമോഗ ശങ്കരാചാര്യർ, ശ്രീ രവിശങ്കർ, അവരൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇത് വീണ്ടും തുടർന്ന് നടത്തണം എന്നും കൂടിയാണ് ആഗ്രഹം. ഇതിവിടം കൊണ്ട് നിർത്താൻ 256 ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് ചാന്ദ്രമാസ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു ഗർഭകാലാവധിയാണത്. ഒരു ബീജാധാനം നടത്തിയിട്ട് അത് വളർന്ന് പൂർണ്ണപ്രജയാകുന്ന കാലം ആണ് 256 ദിവസം.
അതായത് 256 ദിവസങ്ങൾക്ക് മുൻപ് അഗ്നിയാധാനം, ബീജാധാനം പോലെ, ബീജത്തെ ആധാനം ചെയ്യുന്നത് പോലെ അഗ്നിയെ ആധാനം ചെയ്ത് ക്രമേണ പരിപോഷിക്കപ്പെട്ട ജപം, ഹോമം, തർപ്പണം ഇതുകളെ കൊണ്ട് ആ അഗ്നിയെ പരിപോഷിപ്പിച്ചെടുത്ത് 256 ദിവസം കൊണ്ട് ഒരു പൂർണ്ണ പ്രജയായിട്ട് നിഗ്രഹാനുഗ്രഹ കലകളോട് കൂടിയ മഹാതേജസ്വിയായിട്ടുള്ള, അതായത് 8 കോടി മന്ത്രജപം കൊണ്ടും അത്രയും ഹവനം കൊണ്ടും തർപ്പണം കൊണ്ടുമൊക്കെ മഹാതേജസ്വിയായി മാറിയ ആ അഗ്നിയെ ഞാൻ 256-ാമത്തെ ദിവസം കൊണ്ട് നിർത്തുന്നില്ല. അത് വീണ്ടും ഏത് പ്രദേശത്ത് ഏതൊരാൾക്ക് അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന് അത് ചെയ്യാൻ താല്പര്യമുണ്ടോ ആ ദേശത്തേക്ക് ഈ അഗ്നിയെ ഞാൻ കൊടുക്കുകയാണ്. അവിടെ അത് വീണ്ടും നടത്തട്ടെ. ആ പ്രദേശത്തുള്ളവരും ഒക്കെ ഇതുപോലെ അതിൽ പങ്കെടുക്കട്ടെ. ഗണേശോപാസകന്മാരായിട്ട് തീരട്ടെ. ഏറ്റവും എളുപ്പം, ഏറ്റവും സുതാര്യമായിട്ടുള്ള, ഏറ്റവും സാധാരണക്കാർക്ക് വരെ ഉപാസിക്കാവുന്ന മന്ത്രമാണിത്. എന്നാൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള മന്ത്രമാണ് ഈ അഷ്ടാക്ഷരി മന്ത്രം. അത് ഉപാസിക്കട്ടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അങ്ങനെ ഓരോരോ പ്രദേശത്തേക്ക് അത് കൈമാറട്ടെ. അങ്ങനെ ഭാരതം മുഴുവൻ നിറയട്ടെ. ഗണേശ ചൈതന്യം കൊണ്ട്, ഗണേശോപാസകന്മാരുടെ അഭിവൃദ്ധി കൊണ്ട് രാജ്യം മുഴുവൻ പുരോഗമിക്കട്ടെ. എവിടെ ഗണപതിയുടെ കലകൾ വളർന്ന് വികസിച്ച് വരുന്നു അവിടെയൊക്കെ സമ്പൽ സമർത്ഥമാവുന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ അത് ജനങ്ങളിൽ കൂടെ വരട്ടെ, ജനങ്ങളുടെ ഉപാസനാശക്തി കൊണ്ട് വരട്ടെ. അല്ലാതെ ആഘോഷങ്ങൾ കൊണ്ടും പൂരങ്ങൾ കൊണ്ടും ഉത്സവങ്ങൾ കൊണ്ടും വരുന്നതിന് പകരം ജനങ്ങളുടെ ഉപാസനയുടെ ആ സിദ്ധി കൊണ്ട്, സമൂഹത്തിൻ്റെ ഔന്നത്യം കൊണ്ട്, അവരുടെ ബൗദ്ധികമായിട്ടുള്ള ആ ഉന്നമനം കൊണ്ട് ഓരോ പ്രദേശവും വികസിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ അഗ്നിയെ അടുത്ത ദേശത്തേക്കും അവിടുന്ന് മറ്റൊരു ദേശത്തേക്കും ഈ ചൈതന്യം നിരന്തരമായിട്ട് ഭാരതം മുഴുവൻ വ്യാപിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.